ഫൊക്കാന ഇലക്ഷൻ മാത്രമല്ല ഫോമ ഇലക്ഷനും നമ്മളെ കുറച്ച് ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കൾ തമ്മിൽ അടികൂടുമ്പോൾ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കും, ആരെ സപ്പോർട്ട് ചെയ്യും? ഇത് വലിയൊരു പ്രശ്നം തന്നെ. ഈ പത്രക്കാരെപ്പോഴും ഒരു നിഷ്പക്ഷ നിലപാടാണ് കാണിക്കുന്നത്. നിഷ്പക്ഷരാണെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് താല്പര്യം തോന്നും. ഇനി ഞാനെല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ മലയാളി ആരെയും സപ്പോർട്ട് ചെയ്യാറില്ല. ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും തോറ്റിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ഏതെങ്കിലും രീതിയിലും സപ്പോർട്ടിൽ നിന്ന് ഒഴിവാകാനായിട്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. എന്തായാലും ഇപ്രാവശ്യം ഈ ലീലാമാരേട്ട് മത്സരിക്കുന്നു, എതിരായിട്ട് ഫിലിപ്പോസ് ഫിലിപ്പ് മത്സരിക്കുന്നു. ഇപ്പോൾ ഇവരൊക്കെ ഈ മലയാളം പത്രത്തിൻ്റെ കാലം മുതൽ ഞാനുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. വളരെ 10-30 വർഷമായിട്ട്, അത്രയും പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധങ്ങൾ ആ കാലം മുതൽ പത്രവുമായിട്ട്. കാരണം ഇവർ എല്ലാം ആ കാലം മുതൽ പൊതു രംഗത്തുള്ളവരാണ്. ലീലാമാരേട്ട്, ഈ ഫൊക്കാനായുടെ നേതാവ്, അതുപോലെ തന്നെ കേരള സമാജത്തിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ്, കാത്തലിക് സൊസൈറ്റി, കാത്തലിക് യൂണിയൻ്റെ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ നേതാവ്. ഇങ്ങനെ നാനാതരത്തിലുള്ള കരുത്തുറ്റ നേതാവാണ്. ഈ സ്വാതന്ത്ര്യ നമ്മുടെ ഇന്ത്യ ഡേ പരേഡൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുമ്പോൾ ഫൊക്കാനയുടെ പേരിലൊക്കെ ഉണ്ട്. അവിടെ ഈ ഫ്ലോട്ടൊക്കെ ഇറക്കുകയും ഒരുപാട് പേര് രംഗത്തിറക്കുകയൊക്കെ ചെയ്യുന്ന കരുത്തുറ്റ ഒരു നേതാവാണ്. അപ്പം നമുക്ക് ആക്ഷേപപരമായിട്ട് ഒന്നും പറയാനായിട്ടില്ല. അതുപോലെ തന്നെ ഫിലിപ്പോസ് ഫിലിപ്പാണെങ്കിൽ പല രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഈ സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ മാനേജിങ് കമ്മിറ്റി അതുപോലുള്ള രംഗങ്ങളിലൊക്കെ വരെ ഉയർന്ന ആളാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ്റെ തുടക്കക്കാരിൽ ഒരാൾ കീൻ. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഫൊക്കാന, ഈ ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ, ഇങ്ങനെ ഈ സംഘടനാ രംഗത്തെല്ലാം എക്കാലവും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരിൽ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഞാനിപ്പം നമ്മുടെ സുഹൃത്തുക്കൾ പലരോടും ചോദിക്കാറുണ്ട്. അപ്പം ഈ ലീലാമാരേട്ട് മുമ്പേ തന്നെ, വളരെ കാലത്തിന് മുമ്പ് തന്നെ പ്രസിഡൻ്റ് ആവേണ്ടിയിരുന്ന വ്യക്തിയാണ്. സംഭവം ഓരോ കാരണങ്ങളാൽ അവർ പ്രസിഡൻ്റ് ആയില്ല. അപ്പം ഈ ഫിലിപ്പോസ് ഫിലിപ്പ് പ്രസിഡൻ്റ് ആകുന്നതിനുള്ള എല്ലാ യോഗ്യതയുള്ള വ്യക്തിയാണ്. നമുക്കാർക്കും അക്കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ കൊള്ളണം, ആരെ തള്ളണം എന്നുള്ള ഒരു ചിന്താക്കുഴപ്പത്തിൽ, പത്രക്കാരുടെ ഒരു ഹെഡിങ്ങാണ് ഇപ്പോഴത്തെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താക്കുഴപ്പം എനിക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കുമുണ്ട്. അപ്പോൾ എൻ്റെ സപ്പോർട്ട് എപ്പോഴും നമ്മൾ നിശബ്ദമായിരിക്കും. നമ്മളാരെയും പ്രത്യേകിച്ച് പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ എഴുതുകയോ അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല. പ്രധാനമായിട്ടും അമേരിക്കയിൽ പലരും പറയാറുണ്ട്, ഈ മലയാളിയൊക്കെ ശക്തമായിട്ട് അങ്ങ് എഴുതണം. ശക്തമായിട്ട് എഴുതിയിട്ട് നമ്മൾ ആർക്കെങ്കിലും എതിരായിട്ട് ശക്തമായിട്ട് എഴുതിയിട്ട് പിറ്റേ ദിവസം അവരെ കാണണം, പിറ്റേ ദിവസം അവരുമായിട്ട് ബന്ധപ്പെടണം. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ മുഖം കാണിക്കേണ്ട കാര്യമില്ല. വലിയ പത്രങ്ങൾ അവർ എഴുതുന്നു, ആ ജനങ്ങളുമായിട്ട് അങ്ങനെ നേരിട്ടുള്ളൊരു ബന്ധം വരുന്നില്ല എഴുതപ്പെടുന്നവരെ പറ്റി. പക്ഷേ ഇവിടെ അതല്ല, നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ആരെയും മുറിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെയും ആക്ഷേപിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതാറില്ല. എഴുതിയിട്ട് കാര്യമില്ല, എഴുതുന്നത് ശരിയല്ല. പിന്നെയും അവരുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്, നമുക്ക് പിന്നെയും കാണേണ്ട ആളുകളാണ്. ഇതാണ് നമ്മളെല്ലാം എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരാൾക്കെതിരെയും ആക്ഷേപകരമായിട്ട് പറയാനോ സംസാരിക്കാനോ മുറിപ്പെടുത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനോ നമ്മൾ ഒരിക്കലും മുതിരാറില്ല. എന്ന് കരുതി നമ്മളെ വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തുകൂടാ എന്ന് നമുക്ക് ശഠിക്കാനുമാവില്ല. നമ്മൾ ചെയ്യുന്നില്ല, അത് നമ്മുടെ കാര്യം, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഈ രണ്ട് പ്രഗത്ഭർ, രണ്ട് ആദ്യകാല നേതാക്കൾ, അതുപോലെ തന്നെ നമുക്കെല്ലാം സുസമ്മതർ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? അപ്പോൾ ഇതാണ് നമ്മളിപ്പം ഈയിടയ്ക്ക് അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം ആലോചിച്ച്, ഇഷ്ടംപോലെ സമയമുണ്ട്. അടുത്ത വർഷം ജൂലൈയിലാണ് ഇലക്ഷൻ വരുന്നത്. ഫൊക്കാനയിലായാലും ഫോമയിലായാലും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇത്ര നേരത്തെ ഇലക്ഷന് വേണ്ടി നമ്മൾ ബഹളം കൂട്ടേണ്ടതില്ല. കാരണം ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ കൃത്യമായൊരു തീരുമാനത്തിലെത്താനായിട്ട് നമുക്ക് കഴിയുമെന്ന് തോന്നുന്നു. കാരണം രണ്ടു കൂട്ടർക്കും ജനപിന്തുണയും ഈ സംഘടനയിലെ പിന്തുണയും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആളുകളെല്ലാം അവരുടെ ചേരിയിൽ ഓരോ വിഭാഗത്തിലും ആളുകൾ അണിനിരക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും ഭംഗിയായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടു കൂട്ടരും ജയിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം. കാരണം രണ്ടു കൂട്ടരും നമ്മളെ സുഹൃത്തുക്കളാകുമ്പോൾ നമ്മൾ എന്താ പറയുക? അപ്പോൾ ഒരാൾക്ക് ജയിക്കാൻ കഴിയുള്ളൂ എങ്കിൽ അത് ജനങ്ങളുടെ ആ താല്പര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ബയോഡേറ്റ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ക്വാളിഫിക്കേഷൻ നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പം ലീലാമാരേട്ട് നാട്ടിൽ അധ്യാപികയായിരുന്നു. ഇവിടെ വന്ന്
ഈ എൻവയോൺമെൻറ്റൽ ഏജൻസിയിൽ പിന്നെ ഒരു ശാസ്ത്രജ്ഞയായിട്ട് പ്രവർത്തിച്ചു. അതിനിടയിൽ തന്നെ ഇവിടുത്തെ അമേരിക്കൻ പിന്നെ സംഘടനാ രംഗത്ത്, അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. വാസ്തവം പറഞ്ഞാൽ അവർ ഒരു ഈ സിറ്റി കൗൺസിലിലേക്കോ ഒക്കെ നേരത്തെ തന്നെ കയറിപ്പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു നമ്മളെല്ലാവരും പറയാറുണ്ട്. ഈ മലയാളി അസോസിയേഷനൊക്കെ വന്നത് അതൊരു നഷ്ടമായിപ്പോയി എന്ന് നമ്മൾ ഒക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പോസ് ഫിലിപ്പ് ഈ അദ്ദേഹത്തിൻ്റെ ശക്തമായ പിന്നെ ആ സൗഹൃദവും ശക്തമായ പ്രസംഗവും ഇതെല്ലാം എല്ലാവരെയും ആകർഷിക്കുന്ന കാര്യമാണ്. എല്ലാവരുമായിട്ടുള്ള ആ അടുത്ത ബന്ധം, ഊഷ്മളമായ ഒരു ബന്ധം. അപ്പം ഈ സഭയുടെ മാനേജിങ് കമ്മിറ്റിയിലൊക്കെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല എന്ന് നമുക്കറിയാം. അത് എല്ലാ താപ്പാനുകളും ഈ സഭാകാര്യങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാ പണച്ചാക്കുകളും എല്ലാ താപ്പാനുകളും ഒക്കെ രംഗത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ പിന്നെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ സംഘടനാ രംഗത്താണെങ്കിലും പിന്നെ എല്ലാവിധ പിന്നെ ഈ പ്രവർത്തനങ്ങളും ഇപ്പം ഈ ഫൊക്കാനായിട്ട് തന്നെ ട്രസ്റ്റി ബോർഡ് ചെയർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തെപ്പറ്റി മുമ്പ് എഴുതപ്പെട്ടത് പറയുകയും ചെയ്തതാണ്. ഈ പിന്നെ പലവിധ പ്രശ്നങ്ങൾ ഇതിൽ വരുമ്പം അതെല്ലാം പരിഹരിക്കാനായിട്ട് ഈ ട്രസ്റ്റി ബോർഡ് ചേർന്ന നിലയിൽ അദ്ദേഹമാണ് മുന്നിൽ നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ പ്രസിഡന്റ് ഈ പിന്നെ ജോർജ് വർഗീസിനൊക്കെ ഒന്നും പേടിക്കേണ്ടതില്ല. കാരണം കാര്യങ്ങളെല്ലാം ഈ പ്രശ്നങ്ങൾ വരുന്നത് മുഴുവൻ ഫിലിപ്പോസ് ഫിലിപ്പ് കൈകാര്യം ചെയ്തോളും. പിന്നെ അതുകൊണ്ട് ജോർജ് വർഗീസും ഒക്കെ അവർ കൺവെൻഷനും സംഘടനാ കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അന്ന് എഴുതുകയും ചെയ്ത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഏതായാലും പിന്നെ നമുക്കറിയാം ഇപ്പം ഈ പിന്നെ 2 ഭാര്യമാരുള്ളവർ പറയും 2 ഭാര്യമാരോടും തുല്യ പരിഗണനയാണെന്ന്. അങ്ങനെയല്ല, ഒരാളോടായിരിക്കും താല്പര്യം കൂടുതൽ. ഇപ്പം ഈ പിന്നെ ഈ പാഞ്ചാലി സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് വീണു പോകുന്നത് പിന്നെ നമ്മുടെ കുട്ടികൃഷ്ണമാരാർ ഭാരതപര്യടനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. അവർക്ക് അർജുനനോടായിരുന്നു സ്നേഹം കൂടുതൽ. 5 ഭർത്താക്കന്മാരുണ്ടെങ്കിലും അർജുനനോടായിരുന്നു സ്നേഹം കൂടുതൽ. അപ്പോൾ ആ ഒരു വിവേചനം, ആ ഒരു തെറ്റ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇടയ്ക്ക് വീണു പോയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഓരോരുത്തർക്കും അവരവരുടേതായ കാരണങ്ങൾ കാണും ആരെയെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടാൻ. അപ്പോൾ അങ്ങനെയുള്ള ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ഈ സൗഹൃദവും ബന്ധങ്ങളും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മളൊക്കെ നോക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, അത് ഞാൻ ഈ മാഗിൻ്റെ ഇലക്ഷൻ വന്നപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഈ മുറിപ്പെടുത്തുന്ന വർത്തമാനങ്ങളും പിന്നെ സംസാരങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഒരു ക്ലാസ്സിലെ മോണിറ്ററെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് ഇത് മാറണം. ഇതിപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ പോലെ ഒരു വാശിയും വൈരാഗ്യവും ഇപ്പം മാഗിൻ്റെ ഇലക്ഷനിൽ കണ്ടതാണ്. ആ വാശിയും വൈരാഗ്യവും അതുപോലെ തന്നെ പണച്ചെലവും അതിൻ്റെ ഒരു ആവശ്യം കാണുന്നില്ല. ഈ സംഘടനാ ഇലക്ഷൻ കൊണ്ട് പ്രത്യേകിച്ച് സംഘടനയുടെ നേതാവായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരും ഒന്നും നേടുന്നില്ല. 10 പൈസ ഉണ്ടാകുന്നില്ല. എന്നല്ല, 10 പൈസ കയ്യിലുള്ളത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആക്ഷേപങ്ങൾ ധാരാളമായിട്ട് കിട്ടുകയും ചെയ്യും. അവസാനം വരുമ്പം ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളാണ് വരുന്നത്. അങ്ങനെയല്ലാതെ ആരെങ്കിലും ആക്ഷേപിക്കപ്പെടാതെ പോയിട്ടുണ്ടോ? ഏതെങ്കിലും പിന്നെ മുൻ പ്രസിഡന്റുമാരെ ഒന്ന് എടുത്തു നോക്കിയാൽ, ഫൊക്കാനായാലും ഫോമയായാലും, പിന്നെ ഫൊക്കാനായോ ഫോമയോ ഒക്കെ എല്ലാവരെയും പറ്റി എന്തെങ്കിലും ആക്ഷേപങ്ങളാണ് ആളുകൾ പിന്നെ പറയുക. അപ്പോൾ നമ്മൾ അവരെ ഓർത്തിരിക്കുന്നത് ആക്ഷേപങ്ങളിലൂടെയാണ്. അപ്പോൾ എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിലും. അപ്പോൾ എന്തായാലും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അമിതമായ ഒരു വാശിയോ മത്സരമോ ഒരു കാരണവശാലും ആവശ്യമില്ല. ഫൊക്കാനായാലും ഫോമായാലും ആ സൗഹൃദം വിട്ടുള്ള ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ല. ജനങ്ങളും ആ രീതിയിൽ തന്നെയാണ് കണക്കാക്കേണ്ടിയിരിക്കുന്നത് എന്ന് തോന്നുന്നു.